കുവൈത്തിൽ വെച്ച് ചതിയിൽപ്പെട്ട് ജയിലിലായ നെടുമങ്ങാട് സ്വദേശി സജീദ് ബഷീറിനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ വർഷമാണ് ലഹരിമരുന്ന് കൈവശം വെച്ചതിന് സജീദ് ബഷീർ ജയിലിലായത്. 4 ദിവസം മുമ്പ് സജീദിന് 20 വർഷം തടവ് വിധിച്ച് കുവൈത്ത് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. കുവൈറ്റിലെ ഒരു മാർക്കറ്റിൽ സെയിൽസ്മാനായിരുന്നു നെടുമങ്ങാട് പത്താങ്കല്ല് സ്വദേശി സജീദ് ബഷീർ. കടയിൽ നിത്യസന്ദർശകനായിരുന്ന കോഴിക്കോടുകാരനായ പരിചയക്കാരൻ അയാളുടെ സുഹൃത്തിന് കൈമാറാൻ നൽകിയ പൊതിയാണ് ഇയാളുടെ ജീവിതം തടവറയ്ക്കുള്ളിലാക്കിയത്. 22 ദിവസങ്ങൾക്ക് ശേഷം ഗൾഫ് കോളിൽ നിന്ന് ഒരു മിസ് കോള് വന്നു. തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോൾ ഇതുപോലെ ജയിലിലാണെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഒരാള് ഒരു പൊതി കൊണ്ടുവന്ന് കൊടുത്ത് അത് വാങ്ങിച്ച് വെച്ചിരുന്ന് അത് അയാളെ ഫ്രണ്ട് വരുമ്പോ കൊടുക്കാൻ വേണ്ടി തന്നതാണെന്ന് പറഞ്ഞു. അറിയാതെ വാങ്ങിച്ച് വെച്ചെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അത് തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതാണ് ബ്രൗൺ ഷുഗറാണ്. പോലീസുകാരാണ് തുറന്നു നോക്കിയിരുന്നത്. ഒരിക്കലും ഇത് ചെയ്യാനുള്ള ഒരു മനസ്സില്ല. ആള് നല്ലതാണ്, ഒന്നിനും പോവുകയൊന്നുമില്ല. എല്ലാവരുടെ നല്ല സ്നേഹമായിട്ടുള്ള പെരുമാറ്റം. കോഴിക്കോടുള്ള ഷെരീഫ് എന്നാണ് പറഞ്ഞത്. അയാളെ കുറിച്ച് വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. പിന്നെ അവിടുത്തെ നമ്പറിൽ അയാളെ കോണ്ടാക്ട് ചെയ്തപ്പോ അയാളെ കിട്ടല്ല. അപ്പോഴേ ഒരു പോലീസിന്റെ പറഞ്ഞു, ഒരു പോലീസ് കോണ്ടാക്ട് ചെയ്തപ്പോ കിട്ടല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത തന്റെ മകനെ ചതിയിൽപ്പെടുത്തിയതാണെന്ന് സജീദിന്റെ ഉമ്മ ഷാജിദ പറയുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന മകൻ ജയിലിലായതറിഞ്ഞ് ഇവർ മുട്ടാത്ത വാതിലുകളില്ല. എന്തിനാ പറഞ്ഞത്? അവിടെ തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ പോയി, ഓഫീസിൽ പോയി നേരിട്ട് കാണുകയും ചെയ്തു. അത് മറുപടി കിട്ടിയിട്ടില്ല. സജീദ് ജയിലിലായ സമയത്ത് ചില പ്രവാസ സംഘടനകളുമായി ബന്ധപ്പെട്ടുവെങ്കിലും ലഹരിമരുന്ന് കൈവശം വെച്ച കേസായതിനാൽ അവരും കൈയൊഴിഞ്ഞു. മകന്റെ മോചനത്തിന് അപ്പീൽ കൊടുക്കണമെങ്കിൽ കുവൈറ്റിൽ അഭിഭാഷകർ വേണം. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഇവർക്ക് അതിനും കെൽപ്പില്ല. കിടക്കാൻ വീട് ഇല്ല, ബന്ധുക്കളുടെ വീട്ടിലാണ് കിടക്കുന്നത്. മോന് വീടില്ല, മോളിപ്പോ അവളെ വീട്ടില്, ഞാൻ ബന്ധുക്കളുടെ വീട്ടിൽ കിടക്കുന്നത്. എങ്ങനെയെങ്കിലും എന്റെ ഇക്കാര്യം രക്ഷപ്പെടുത്തി തരാനുള്ള ഒരു വഴി നോക്കണം. എന്റെ മോളെ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല, വന്ന് കാണാനുള്ള. ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.